നമസ്കാരം. ദേവസൈനിയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 41 ഏവർക്കും സ്വാഗതം. കണ്ണുള്ള മയിൽപ്പിലികൾ തിരുമുടിയിൽ കിരീടം പോലെ തിരികെ വെച്ചിട്ടുണ്ട്. തൻ്റെ തിരുമേനിയെ രംഗത്തിൽ പ്രവേശിക്കുന്ന നടനെന്ന പോലെ വിചിത്രമായി അലങ്കരിച്ചിരിക്കുന്നു. കാതുകളിൽ കർണികാര പുഷ്പം തിരികിയിട്ടുണ്ട്. കനകപ്രഭമായ മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നു. കാട്ടുപൂക്കൾ കൊണ്ടും പല വർണ്ണത്തിലുമുള്ള ഇലകൾ കൊണ്ടും ഗോപികൾ മനോഹരമായി കെട്ടിയുണ്ടാക്കിയതും കണ്ഠം മുതൽ പാദം വരെ വ്യാപിച്ചിരിക്കുന്നതുമായ വൈജയന്തിമാല ധരിച്ചിരിക്കുന്നു. വേണുവിനെ തിരുമുഖത്തോട് ചേർത്ത് പിടിച്ച് അതിലെ ദ്വാരങ്ങളെ തൻ്റെ അധരാമൃതം കൊണ്ട് നിറച്ച് അപൂർവമായ ഗാനാമൃതത്തെ തൻ്റെ മുഖവായുവിൽ നിന്നും പുറപ്പെടുവിച്ച് ലോകത്തെ മുഴുവൻ ദിവ്യാനന്ദത്തിൽ ആറാടിക്കുന്നു. അസംഖ്യം ഗോപബാലന്മാർ ചുറ്റി നിന്നുകൊണ്ട് പ്രഭുവിന്റെ അദ്ഭുത ലീലകളെ കീർത്തനം ചെയ്യുന്നു. ഗോകുലേശ്വരൻ തൻ്റെ ശ്രീമത്തായ പാദമുദ്രകളെ ഭൂമിയിൽ പതിപ്പിച്ച് അത് ദർശിക്കാൻ ഭാഗ്യം ചെയ്ത സുഹൃതികളുടെ മനസ്സിനെ പരമാനന്ദമഗ്നമാക്കിക്കൊണ്ട് വൃന്ദാവനത്തിൽ പ്രവേശിച്ചു. ഭഗവാന്റെ അതിമനോഹരമായ വേണുഗാനം വ്രജരമണികൾ സ്പഷ്ടമായി കേട്ടു. അതിൻ്റെ മനോഹാരിതയെ അവർക്ക് അന്യോന്യം വർണ്ണിച്ചു കേൾപ്പിക്കണമെന്ന് തോന്നി. പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. എന്തെന്നാൽ വർണ്ണിക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയന്റെ ലോകോത്തര സുന്ദര സ്വരൂപം അവരെ മന്മഥ താപത്തിൽ ആഴ്ത്തി. അവർ ഒരു വിധത്തിൽ മനസ്സിനെ അടക്കിക്കൊണ്ട് പറഞ്ഞു, സഖികളെ, അനുരാഗ കടാക്ഷം പൊഴിച്ചുകൊണ്ട് മനോഹരമായി വേണുഗാനം ചെയ്യുന്ന വ്രജകുമാരനെ കണ്ണുകൾ കൊണ്ട് പാനം ചെയ്യുന്നത് തന്നെയാണ് കണ്ണുകൾ ലഭിച്ചതിൻ്റെ പരമഫലം. അതിന്മീതെ മറ്റൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ശിരസിൽ പീലിക്കിരീടവും കാതുകളിൽ കർണികാര പുഷ്പവും മാറിൽ വൈജയന്തിമാലയും അണിഞ്ഞ് സ്വർണപ്രഭയാർന്ന മഞ്ഞപ്പട്ടുടുത്ത് വേണുവിവരങ്ങളിൽ അധരസുധയെ പകർന്ന് ദിവ്യഗാനം ചൊരിഞ്ഞുകൊണ്ട് ഗോപന്മാരാൽ ഗാനം ചെയ്യപ്പെട്ട കീർത്തിയോടുകൂടിയവനായി രംഗത്ത് പ്രവേശിക്കുന്ന നടവരനെ പോലെ തൻ്റെ പാദന്യാസങ്ങളാൽ രമിപ്പിക്കുന്നതായ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണൻ പ്രവേശിച്ചു. രൂപാമൃതത്താലും ഗാനാമൃതത്താലും സമസ്ത പ്രകൃതി ജാലങ്ങളെയും മോഹിപ്പിക്കുന്ന നീലസുന്ദര ദർശനന്റെ അത്യദ്ഭുത മഹിമയെ ആർക്ക് വർണ്ണിക്കാൻ കഴിയും? അതിനെ വർണ്ണിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഗോപികളെ, ഈ വേണു എന്തൊരു മഹാപുണ്യമാണോ ചെയ്തത്! ദാമോദരന്റെ പ്രിയകളായ നമുക്ക് പോലും ലഭിക്കാൻ പ്രയാസമായ അധരാമൃതത്തെ കേവല രസം മാത്രമായി സദാ എല്ലാവരും കാണുകയും ഈ വേണു ആസ്വദിക്കുന്നുവല്ലോ. വേണുവിന്റെ ഈ ഭാഗ്യത്തെ കണ്ടിട്ട് വേണുവൃന്ദങ്ങളെ ജലം കൊടുത്ത് പോഷിപ്പിക്കുന്ന പൊയ്കകളും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട വേണുവിന് ലഭിക്കുന്ന ഭാഗ്യം നമ്മെയും കൂടി ധന്യരാക്കിയിരിക്കുന്നു എന്ന് കരുതുന്ന തരുക്കളും ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു. സഖികളെ, പുണ്യഭൂമിയായ ഈ വൃന്ദാവനം ലോകത്തിന്റെ കീർത്തിയെ എല്ലാ ലോകങ്ങളിലും പരത്തിയിരിക്കുന്നു. എന്തെന്നാൽ ഇവിടെ സഞ്ചരിക്കുന്ന ദേവകീസുതന്റെ ശംഖചക്ര രേഖാങ്കിതങ്ങളായ പാദമുദ്രകൾ സ്വതവേ സുന്ദരമായ ഈ വനപ്രദേശത്തെ എത്രയോ അധികം സുന്ദരമാക്കിയിരിക്കുന്നു. ഈ പാദമുദ്രകളുടെ അന്യൂന ശോഭയെ നോക്കി നോക്കി മതിവരാതെ ലക്ഷ്മി ദേവി ഇവിടെ സ്ഥിരമായി വസിക്കുന്നു. ഗോവിന്ദൻ വേണുഗാനം ചെയ്യുമ്പോൾ അത് കേട്ട് മത്തുപിടിച്ച മയിലുകൾ ആനന്ദനൃത്തം ചെയ്യുന്നു. പ്രകൃത്യാ ചഞ്ചലങ്ങളായ ജീവജാലങ്ങൾ വേണുഗാനമധുരി ആസ്വദിച്ച് മതിമറന്ന് ആ പർവ്വതസാനുവിൽ നിശ്ചേഷ്ടരായി നിൽക്കുന്നു. വൃന്ദാവനത്തിലല്ലാതെ ഇത്രത്തോളം സൗഭാഗ്യം മറ്റെവിടെ കാണാൻ കഴിയും? ഗോപികളെ, ഇവിടെയുള്ള മാൻപേടകൾ വിശേഷ ബുദ്ധിയില്ലാത്തവയെങ്കിലും പരമസുഹൃതികൾ തന്നെ. വിചിത്ര വേഷധാരിയായ നന്ദനന്ദനൻ മധുരമായി വേണുഗാനം ചെയ്യുമ്പോൾ അത് കേട്ട് ആസ്വദിച്ചുകൊണ്ട് പതികളായ കൃഷ്ണസാരങ്ങളോടുകൂടി കണ്ണിമയ്ക്കാതെ പ്രണയ കടാക്ഷം കൊണ്ട് പ്രഭുവിനെ പൂജിക്കുന്നു. ശ്രീകൃഷ്ണ ദർശനത്തിനും വേണുഗാന ശ്രവണത്തിനും ഭാഗ്യം സിദ്ധിച്ച ഇവകളല്ലേ സുഹൃതികൾ. നന്ദി, നമസ്കാരം.